എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി നിങ്ങളോട് പറയാതെ മനസ്സിലൊളിപ്പിച്ച ഈ കാര്യം നിങ്ങൾ അറിയണം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആ വ്യക്തി നിങ്ങളോട് പറയാതെ മനസ്സിലൊളിപ്പിച്ച കാര്യം നിങ്ങൾ അറിയണമെന്നതിനെക്കുറിച്ചാണ്. ആ വ്യക്തിക്ക് എല്ലാ സ്നേഹവും നിങ്ങൾ നൽകി. നിങ്ങളുടെ ജീവന് തുല്യമായി, ഒരുപക്ഷെ ജീവനേക്കാൾ ഏറെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ആ വ്യക്തി നിങ്ങളുടെ ആരുമാകട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഏത് ദിശയിലുള്ള, ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും ശരി, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്കും കൃത്യമായ ഒരു ബന്ധം ഉണ്ട്. ആർക്കും തടയാൻ കഴിയാത്ത ഒരു നിതാന്തമായ ബന്ധം. നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ മനസ്സ്, ആ വ്യക്തിയുടെ മുഖം, ആ വ്യക്തിയുടെ സംസാരം, ആ വ്യക്തിയുടെ പെരുമാറ്റം, ആ വ്യക്തിയുടെ സാന്നിധ്യം അതെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതില്ലാതെ നിങ്ങൾക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. നിങ്ങൾ ആ വ്യക്തി അത്രമാത്രം സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തിയോട് പറയാത്തതായിട്ടൊന്നും ഇല്ല. നിങ്ങളെല്ലാം ആ വ്യക്തിയോട് പറയുന്നു, ആ വ്യക്തിയുമായിട്ട് പങ്കുവെക്കുന്നു. ജീവിതത്തിൽ ഓരോ നിമിഷവും ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരിക്കൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് പിരിഞ്ഞ് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് അണയുന്നത് വരെ നിങ്ങളെപ്പോഴും ആ വ്യക്തിയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതുവരെയുള്ള കാര്യങ്ങൾ ആ വ്യക്തിയോട് പറയുവാനും ആ വ്യക്തിയുമായി എപ്പോഴും ഒരുമിച്ചിരിക്കാനൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടം. അതല്ലാതെ ഒരിഷ്ടവും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും, സുഖമായാലും ദുഃഖമായാലും ഒക്കെ ആ വ്യക്തിയുമായി പങ്കുവയ്ക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒന്നും ഒറ്റയ്ക്ക് അനുഭവിക്കാനോ ആസ്വദിക്കാനോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാം ആ വ്യക്തിയുമായി ചേർന്ന്, ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കാനാണ് ഇഷ്ടം. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലും അതുതന്നെയാണ്. കടലിനെ പ്രണയിക്കുന്നത് പോലെ നിങ്ങൾ ഓരോ നിമിഷവും ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ വ്യക്തി മാത്രം നിങ്ങളുടെ മനസ്സിലുള്ളൂ. പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും കാര്യം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ആ വ്യക്തിയോട് പങ്കുവെക്കുമ്പോൾ ആ വ്യക്തി ചിലതൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു. നിങ്ങളറിയാത്ത ചില കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ട്. ഞാൻ ഇത്രമാത്രം ആഴത്തിൽ, ഞാൻ ഇത്രമാത്രം സ്നേഹത്തിൽ ആ വ്യക്തിയെ സ്നേഹിച്ചപ്പോഴും ആ വ്യക്തി എന്നെ മനസ്സിലാക്കാതെ പോകുന്നു, എന്നെ അറിയാതെ പോകുന്നു. എന്തുകൊണ്ട് ആ വ്യക്തി എന്നെ മനസ്സിലാക്കാതെ പോകുന്നു? എന്തുകൊണ്ട് ആ വ്യക്തി എന്നെ അറിയാതെ പോകുന്നു? എനിക്ക് ആ വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. എനിക്ക് ആ വ്യക്തി ഇല്ലാതെ കടന്നു പോകാൻ കഴിയില്ല. എൻ്റെ ഊണിലും ഉറക്കിലും ഒക്കെ ആ വ്യക്തിയാണ്. നിങ്ങളോട് തന്നെ എപ്പോഴും പറയുന്നതാണ്. എനിക്ക് ആ വ്യക്തിയിൽ നിന്നും ഒളിപ്പിച്ചു വെക്കാനൊന്നുമില്ല. ഒരു കാര്യം പോലും, ഒരു ചെറിയ കാര്യം പോലും ഞാൻ ആ വ്യക്തിയിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുന്നില്ല. പക്ഷെ എന്താണ് എൻ്റെ വ്യക്തി എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുന്നത്? നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി ഒളിപ്പിച്ചു വെക്കുന്നത് ആ വ്യക്തിയുടെ ഒരു ഭൂതകാല ജീവിതത്തിൻ്റെ ചില പാർട്ടുകളാണ്. അത് നിങ്ങളിൽ നിന്നും ആ വ്യക്തി ഒളിപ്പിച്ചു വെക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു ചരിത്രം, അത്തരമൊരു സംഭവവികാസങ്ങൾ നിങ്ങളറിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ വെറുക്കുമോ? നിങ്ങൾ ആ വ്യക്തിയുമായി എന്തെങ്കിലും തരത്തിലുള്ള
ഒരു അകൽച്ച കാണിക്കുമോ എന്നുള്ള ഭയം ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. എത്രയെത്ര പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങളും ആ വ്യക്തിയും കടന്നുപോയത്. എത്രയെത്ര പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങളും ആ വ്യക്തിയും കടന്നുപോയത്. അപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയിലെ ചിന്തകൾ, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളറകൾ അറിയാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ ആ വ്യക്തി ചിലത് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു. വളരെ സൂക്ഷ്മതയോടെയാണ് ചില കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത്. ഒരിക്കലും നിങ്ങൾ അറിയരുതെന്ന് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഇൻറ്റൻഷൻ, അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാനാണ്. ഒരിക്കലും അതെല്ലാം നിങ്ങളോട് തുറന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പറയാൻ തുനിയുമ്പോഴേക്കും ഇപ്പോൾ നിങ്ങളോടതൊന്നും പറയണ്ട എന്ന ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തിയോട് പറയുകയാണ്. അതുപ്രകാരം അതൊക്കെ ഒളിപ്പിച്ചു വെക്കുകയാണ്. ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ ആ വ്യക്തിയുടെ ഭൂതകാല ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലതും ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുകയോ നിങ്ങൾ ആ വ്യക്തിയെ അവഗണിക്കുമോ എന്ന് ആ വ്യക്തി ഭയപ്പെടുകയോ ചെയ്യുന്നു. ഒരിക്കലും നിങ്ങളുടെ സ്നേഹം ഇല്ലാതാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തി തേടുന്നതും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നതും നിങ്ങളെ മാത്രമാണ്. നിങ്ങൾ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തി അറിയുന്നുണ്ട്. പക്ഷേ ആ വ്യക്തി മറച്ചു വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ കഴിയുന്നില്ല. അത്രത്തോളം ബുദ്ധിപരമായിട്ടാണ് ആ വ്യക്തി അത് മറച്ചു വെക്കുന്നത്. അതിൻ്റെ ഉദ്ദേശശുദ്ധി നന്മയാണെങ്കിലും നിങ്ങളിൽ നിന്നും കൃത്യമായി മറച്ചു വെക്കാൻ ആ വ്യക്തി ശ്രമിക്കുകയാണ്. നിങ്ങളോടടുത്ത് പെരുമാറുമ്പോഴും നിങ്ങൾ ആ വ്യക്തി അറിയാതെ ആ വ്യക്തിയെ സൂക്ഷ്മമായി നോക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തി അതിനറിയുന്നില്ലെങ്കിലും അറിയാതെ പോലും ആ വ്യക്തിയുടെ വാക്കുകളിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തി മനസ്സിൻ്റെ ചിട്ടപ്പെടുത്തിയൊക്കെയാണ് ഒരിക്കൽ പോലും നിങ്ങൾ ചിലത് അറിയിക്കരുതെന്ന്. ചില ആളുകൾ, നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ഇഷ്ടപ്പെടാത്തവർ, നിങ്ങൾക്ക് തമ്മിൽ നിങ്ങൾ തമ്മിലുള്ള അകൽച്ചയുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്കൊരിക്കലും ഇത് വീണ് കിട്ടരുതെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തി മറച്ചു വെക്കുന്ന കാര്യങ്ങൾ നിങ്ങളെങ്ങനെ സ്വീകരിക്കും, പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ സ്വീകരിക്കുന്നതിനെ പറ്റി കൃത്യമായ ധാരണ ആ വ്യക്തിക്കില്ല. പക്ഷെ ആ വ്യക്തിക്കൊരു പകുതി മനസ്സുണ്ട്. മറച്ചു വെക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാലും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കാതിരിക്കില്ല. പക്ഷെ ചിലരോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ അറിയുമ്പോൾ. ആ കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ ദേഷ്യമുണ്ടായി ചിലരുമായി പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾക്കെന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമോ, നിങ്ങൾക്കെന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടാകുമോ എന്ന് ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് പലതും ആ വ്യക്തി മറച്ചു വെക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. നിങ്ങളെ ആ വ്യക്തി സ്വീകരിച്ചത് ആ വ്യക്തി നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ എത്ര ആ വ്യക്തിയെ സ്നേഹിച്ചാലും ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കണമെന്നില്ല. നിങ്ങളുടെ മനസ്സിനോട് ആ വ്യക്തിക്ക് ഒരു ആരാധനയുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം. നിങ്ങൾ എന്തൊക്കെ സാഹചര്യത്തിലാണ് വിഷമിക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത്, എപ്പോഴൊക്കെ നിങ്ങൾ ഇമോഷണലാവും, ഒക്കെ ആ വ്യക്തി കാണാതെ പഠിച്ചിരിക്കുന്നു. നിങ്ങളൊരിക്കലും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി. അറിയാതെ പോലും ആ വ്യക്തിയുടെ സംസാരം കൊണ്ട് നിങ്ങൾ വേദനിക്കരുതെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വിജയം ആ വ്യക്തി ഇഷ്ടപ്പെടുകയാണ്.
ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളെപ്പോഴും വിജയിച്ച് കാണണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അത് ആ വ്യക്തി പലപ്പോഴും നിങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ആ വ്യക്തി നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറഞ്ഞതിൽ കൂടുതൽ സ്നേഹമാണ് നിങ്ങളോട്. എപ്പോഴും നിങ്ങളുടെ സംസാരം കേൾക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിലുടനീളം നിങ്ങളാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾക്കൊരു തരത്തിലും ദുഃഖം ഉണ്ടാക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കാത്തത്. നിങ്ങളറിയാതെ എതിർക്കുന്ന ചിലരുണ്ട്. അവരോട് ആ വ്യക്തി കയർക്കുന്നത് നിങ്ങൾ കാണണം. അത് കേവലം ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഈ ലോകത്ത് ആ വ്യക്തി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്. പക്ഷെ അതിൻ്റെ ആഴം ആ വ്യക്തിക്ക് പോലും അറിയില്ല. ഒരുപക്ഷെ ആ വ്യക്തിയുടെ ജീവനേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് പലതും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ പോകരുത്, നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തെ ബാധിക്കരുത്. നിങ്ങളെപ്പോഴും വിജയിക്കണം, നിങ്ങൾക്കെപ്പോഴും സന്തോഷം ഉണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരു കാര്യം പോലും, ഒരു കണിക പോലും, ഒരു തുള്ളി പോലും ദുഃഖം നിങ്ങളുടെ മനസ്സിലുണ്ടാകരുതെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അത് ആ വ്യക്തി നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിൻ്റെ ഉദാഹരണമാണ്. നിങ്ങളറിഞ്ഞാൽ വിഷമിക്കാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു. പലപ്പോഴും നിങ്ങൾ തന്നെ ആ വ്യക്തിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നോടൊന്നും പറയുന്നില്ല, പലതും മറ്റുള്ളവരോടാണ് പങ്കുവെക്കുന്നത്, എന്നോട് ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാനാണ്. ചില കാര്യങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ വിഷമം ആ വ്യക്തിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് പലതും മറച്ചു വെക്കുന്നത്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾ വിഷമിക്കുന്ന കാര്യങ്ങൾ നിങ്ങളറിയാതെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ വ്യക്തി. പലതും നിങ്ങൾ അറിയാതെ മുന്നേ ശരിയാക്കി കഴിഞ്ഞിരുന്നു. അതൊക്കെ നിങ്ങൾ അതിൻ്റെ സമയങ്ങളിൽ അറിഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ വിഷമിക്കുമായിരുന്നു. ആ വ്യക്തിക്കറിയാം പലതും നിങ്ങളെ അറിയിക്കാതെ തന്നെ വിജയത്തിലേക്ക് കൊണ്ടുപോകുക. പക്ഷെ ഒരിക്കൽ നിങ്ങളറിയാതെ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെക്കുറിച്ച് ആരെങ്കിലും നിങ്ങളോട് പറയണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പലതും സ്നേഹക്കൂടുതൽ കൊണ്ട് ആ വ്യക്തി തന്നെ പറയണമെന്നില്ല. പക്ഷേ ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ വ്യക്തി അതറിയണം. ഇപ്പോഴല്ല, ഒരു ഘട്ടത്തിൽ എൻ്റെ വ്യക്തി അത് അറിയണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. ലോകത്ത് ആർക്കും ആ വ്യക്തിയെപ്പോലെ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ തമാശക്കെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ആ വ്യക്തി ഇതിനകം തന്നെ പറയുമായിരുന്നു. അതൊട്ടും ആ വ്യക്തി ചെയ്യാത്തത് നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അത് നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങൾ സൂക്ഷ്മമായിട്ട് ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ, നിങ്ങളോടുള്ള പരിഗണനയുടെ കാര്യങ്ങൾ സൂക്ഷ്മമായി ഒന്ന് നോക്കിയേ. കൃത്യമായിട്ട് ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങൾ എത്രമാത്രം ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ടെന്ന്. ഒരുപാട് പഴയകാല ഓർമ്മകൾ ആ വ്യക്തിയെ പിന്തുടരുന്നുണ്ട്. മുമ്പും ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളെ ലഭിച്ചതിന് ശേഷം ആ മഹത്തരമായ കാലഘട്ടത്തെ ആ വ്യക്തി മറക്കുകയാണ്. അതിനേക്കാളൊക്കെ വലുത് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളോടൊത്തുള്ള കാലഘട്ടമാണ്, നിങ്ങളോടൊത്തുള്ള നിമിഷമാണ്. വില വെക്കുന്നില്ലെന്ന് ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും. പക്ഷെ ആ വ്യക്തി നിങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത്. ലോകത്ത് ആ വ്യക്തിയെ നിങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ മാത്രം സംരക്ഷിച്ചാൽ മതി എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എല്ലാം മറച്ചു വെക്കുകയാണ്. എൻ്റെ വ്യക്തിയുടെ സ്നേഹം എനിക്ക് മാത്രം മതി എന്നുള്ള ഒരു വാശി ആ വ്യക്തിക്കുണ്ട്. അത് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മറക്കുകയാണ്. ഒരു സമാധാനകാംക്ഷിയായ വ്യക്തിയാണെന്ന് സ്വയം നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുകയാണ്. നിങ്ങളെ കിട്ടാതെ, നിങ്ങളെ കേൾക്കാതെ, നിങ്ങളോട് പറയാതെ ഒരു കാര്യമില്ലെങ്കിലും അതിൻ്റെ ആ ഒരു ശാഠ്യത്തെ ആ വ്യക്തി മറച്ചു വെക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.